അനുദിനം നമ്മളുടെ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ ക്രിയേറ്റേഴ്സ് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഏത് സ്കെയിലാണ് ഫോൺ വെക്കുക, അതേപോലെ ലോങ് വീഡിയോ നമ്മൾ ഏത് സ്കെയിലാണ് ചെയ്യുന്നത് എന്നുള്ള അറിയണം. അപ്പോൾ അത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ലോങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്യുക. എന്ന് വെച്ചാൽ 16.9 നമ്മൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, സ്ക്രിപ്റ്റ് നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സ്ക്രിപ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ നോട്ട് ബുക്കിലോ നമ്മളൊന്ന് എഴുതി വെക്കുന്നത് ഏറ്റവും നല്ല കാര്യങ്ങളായിരിക്കും. കാരണം നമുക്ക് പെട്ടെന്ന് മറന്നു പോയാലും നമുക്കത് പഠിച്ചിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു പീസായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ്. ഏത് വീഡിയോ നമ്മൾ ചെയ്യും, അപ്പോൾ ആ വീഡിയോ കൂടി നമ്മൾ കണ്ടെത്തണമല്ലോ. അതിന് ശേഷമാണല്ലോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പുതിയ ക്രിയേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് നമുക്ക് YT സ്റ്റുഡിയോ ഒരു ആപ്പ് ഡയറക്റ്റ് ഉണ്ട്, ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ യൂട്യൂബിലുള്ള ചാനൽ ഇതിനകത്ത് നമുക്ക് എന്താ പറയുക സൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് സൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും താഴെ മൂന്നാമതായിട്ട് അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ ട്രെൻഡ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടോപ്പ് സെർച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു 3 ടോപ്പിക്കായിട്ട് യൂട്യൂബ് തന്നെ നമുക്ക് അവിടെ കാണിച്ചു തരും. ആ കാണിച്ചു തരുന്നതിൽ നിങ്ങൾക്ക് ഏതാണോ യൂസ്ഫുള്ളായി തോന്നുന്നുള്ള ഒരു ക്യാപ്ഷൻ വീഡിയോ അത് നമ്മൾ എടുത്ത് ഒരു നോട്ടിൽ വെച്ചതിന് ശേഷം ആ ഒരു കാറ്റഗറിയിലുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട മെത്തേഡ് എന്നുള്ളത് വീഡിയോയിൽ കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചെയ്യുന്നത്, ഞാൻ ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ 9:16 എന്ന് പറഞ്ഞാൽ തിരിച്ച് ഇങ്ങനെയാണ് നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ 16:9 ലോങ് വീഡിയോയ്ക്ക് നമ്മൾ നേരെ തിരിച്ച് ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെയാണ് വീഡിയോ വ്ളോഗ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ കാണാം. ഇങ്ങനെയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളത്. ഇപ്പോൾ ക്യാമറ ഞാൻ ലേശം താഴ്ന്നു നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവലിലാണ് 16:9 ലോങ് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുക കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് കൂടി നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. യൂസ് ചെയ്യുന്ന മൈക്കാണ് ഈ കാണുന്നത്. ഈ മൈക്കിലാണ് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യാറുള്ളത്, നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ചില സമയത്ത് ഇത് ആഡ് ചെയ്ത് കൊടുക്കാറൊന്നുമില്ല, ഞാൻ ഓപ്പണായിട്ട് തന്നെ സംസാരിക്കാറ്. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ചേഞ്ച് വരുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വോയിസ് ഞാൻ ഈ മൈക്ക് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം ഇതാണ്. അപ്പോൾ നമുക്കൊരു ക്രിയേറ്റേഴ്സിന് ആവശ്യം വേണ്ട നമുക്കൊരു മൈക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഈ മൈക്കിന് വലിയ റേറ്റ് ഒന്നുമില്ല, അത് ഞാൻ 300 രൂപ കൊടുത്തിട്ട് ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ നമ്മുടെ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറ്. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന രീതിയിൽ ഞാൻ സ്ക്രീനിൽ കാണുന്ന ചെയ്തതിന് ശേഷം ഞാൻ ഈ സംസാരിക്കുന്നതിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സ്ക്രീനിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രീൻ റെക്കോർഡ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് അത് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിൽ നമ്മൾ അതിൻ്റെ സ്ക്രീനും കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെയെന്ന് പറയാനുള്ളത്, നമുക്ക് ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റിയ ആപ്പുകൾ ഏതാണെന്നുള്ളതാണ്. അതിനായിട്ടുള്ള വീഡിയോ ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ എഡിറ്റ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റിയ നമ്മളെപ്പോലുള്ള ഈ പുതിയ ക്രിയേറ്റേഴ്സിനൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നത് ഇൻഷോട്ട് ആപ്പാണ്. കാരണം വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും ഇൻഷോട്ട് ആപ്പിൽ. അപ്പോൾ നിങ്ങൾ ഇൻഷോട്ട് ആപ്പിൻ്റെ കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളുടെ ടൈറ്റിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞ YT സ്റ്റുഡിയോയിൽ കയറിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ടൈറ്റിൽ ഏതാണോ നമ്മൾ ആ ടൈറ്റിൽ കണ്ടെത്തുന്ന വിചാരിക്കും.
ഇനിയിപ്പോൾ ആ ടൈറ്റിലിൽ നമുക്കൊരു കാറ്റഗറി കണ്ടെത്തണം. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ഹൗ ടു മേക്ക് എ യൂട്യൂബ് ചാനൽ എന്നുള്ളൊരു കാറ്റഗറിയുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതേ വേർഡ് തന്നെ നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മളുടെ ടൈറ്റിൽ കഴിഞ്ഞതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ നമ്മൾ ആ കോപ്പി ചെയ്തിട്ട് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു 3 ഹാഷ്ടാഗ് ചേർക്കാം. അത് ഹാഷ്ടാഗ് നമ്മൾ ചെയ്യുന്ന വീഡിയോ മലയാളമാണെങ്കിൽ /മലയാളം, അപ്പം അതൊക്കെ കുറേ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ അതിൽ കുറച്ച് സ്പേസ് ഇട്ട് താഴോട്ട് വന്നതിന് ശേഷം അവിടെ നമ്മൾ ചെയ്ത വീഡിയോ അത് എന്തിനെ കുറിച്ചിട്ടുള്ളതാണെന്നുള്ള കാര്യങ്ങൾ കുറച്ചൊരു ഷോർട്ടായിട്ട് നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് മലയാളത്തിലായാലും കുഴപ്പമില്ല, ഇംഗ്ലീഷിലാണെങ്കിലും കുഴപ്പമില്ല. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് താഴോട്ട് വന്നതിന് ശേഷം നമുക്കൊരു 15 ഹാഷ്ടാഗാണ് മിനിമം നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാൻ പറ്റുക. അപ്പം മാക്സിമം നമ്മൾ 15 ഹാഷ്ടാഗ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. നമുക്കൊരു 5-6 ഹാഷ്ടാഗ് മാത്രം ആഡ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ ചെയ്ത കാറ്റഗറി ഏറ്റവും താഴെ തന്നെ ആഡ് ടാഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ കാറ്റഗറി ഏതാണോ ആ കാറ്റഗറി നമ്മൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ യൂട്യൂബ് ഹൗ ടു മേക്ക് എ യൂട്യൂബ് ചാനൽ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ ആയിട്ട് കൊടുക്കാം, അതേപോലെ പീപ്പിൾ ബ്ലോഗ്സ് കൊടുക്കാം, അതേപോലെ ഹൗ ടു ആൻഡ് സ്റ്റൈൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൽ ഈ 3 ഏതെങ്കിലും ഒരു കാറ്റഗറി ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷേ ഈ 3 കാറ്റഗറിയിൽ നമുക്ക് കൊടുക്കാം നമ്മൾ ചെയ്യുന്ന ആ വീഡിയോ ആണെങ്കിൽ. പിന്നെ ഇപ്പോൾ കുക്കിങ്ങിൻ്റെ ആണെങ്കിൽ കുക്കിന് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പല രീതിയിൽ എന്താ പറയുക എല്ലാം കൂടി പെടുന്ന ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ യൂട്യൂബ് ടിപ്സുമായി ബന്ധപ്പെട്ടതല്ല, അത് കൂടാതെ നമുക്ക് റീൽസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കോമഡി ആയിട്ട് ചെയ്യുന്നു, അങ്ങനെയുള്ളത്. കാറ്റഗറി ഏതാണോ അത് മാത്രം നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കും. അതുകൊണ്ടുള്ള പ്രയോജനം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യൂട്യൂബിന് നമ്മുടെ ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് ഇന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ യൂട്യൂബിന് അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് കാറ്റഗറിയിലുള്ള വീഡിയോ ആണ് ചെയ്തത്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മൾ പഠിപ്പിക്കുകയാണ് എല്ലാവരെയും. അതേപോലെ ഹൗ ടു ആൻഡ് സ്റ്റൈലോ കൊടുക്കുന്നു, നമ്മൾ ഹൗ ടു എന്ന് വെച്ചാൽ അവിടെ ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒരു എഡ്യൂക്കേഷൻ ഇതിലായിട്ട് യൂട്യൂബ് ഈ അൽഗോരിതത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള കാറ്റഗറി കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ ആഡ് ടാഗ്സ് കൊടുക്കണം. ഈ ആഡ് ടാഗ്സിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആഡ് ടാഗ്സിലുള്ള ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മൾ വേറെ കീവേഡ് നമ്മൾ ചിലർ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മറ്റുള്ള ആപ്പുകളിലൊക്കെ പോയിട്ട് നമ്മൾ ഒരു ഷോർട്ട് കീവേഡ് ടൈപ്പ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് വേർഡുകൾ കാണിക്കും. അങ്ങനെയും നമുക്ക് ചെയ്യാം, അതും ശരിയാണ്. പക്ഷെ അതല്ലാതെ നമുക്ക് എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറയാം, നമുക്ക് ഡയറക്റ്റ് നമ്മളെ യൂട്യൂബ് ആപ്പ്, നമ്മൾ സാധാരണ വീഡിയോ ഒക്കെ കാണുന്ന യൂട്യൂബ് ആപ്പ് തന്നെ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം, അതിനകത്ത് നമ്മൾ ഈ ഹൗ ടു മേക്ക് എ യൂട്യൂബ് ചാനൽ എന്നുള്ള നമ്മൾ കാണിച്ച ടോപ്പിക് ഏതാണോ അത് ജസ്റ്റ് അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് കുറേ ഓപ്ഷൻ ഇങ്ങനെ കാണിക്കും. ആ ഓപ്ഷനിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്നെങ്കിൽ മൊത്തം കോപ്പി ചെയ്ത് കിട്ടുകയാണെങ്കിൽ കോപ്പി ചെയ്ത് എടുത്തിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്തിട്ടേക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ നോട്ട് എന്ത് ചെയ്യുക, നേരെ ഒരു ബുക്കിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് കൊടുക്കുക. നമ്മൾ ഏതാണോ അതിനകത്ത് കാണിക്കുന്നത് അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. അതേപോലെ പല രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കുക. ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ആവണമെന്നില്ല, നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ തന്നെ സെർച്ച് ചെയ്യുന്നുണ്ടല്ലോ. ഒരു ആൾ ഏത് രീതിയിലൊക്കെയാണോ ടൈപ്പ് ചെയ്യുന്നത് കൂടുതൽ ചാൻസ് വരുന്ന കീവേഡുകൾ മാത്രം നമ്മൾ മെയിനായിട്ട് ഈ ആഡ് ടാഗ്സിലായിട്ട് ചെയ്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മെയിനായിട്ട് നമുക്ക് 500 ലെറ്റർ മാത്രമേ ഒരു ആഡ് ടാഗ്സിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആഡ് ടാഗുകൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സെർച്ച് ബാറിൽ നമ്മളുടെ വീഡിയോ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോ വൈറലാവാനുള്ള ചാൻസ് കൂടുതൽ. എന്ന് വെച്ചാൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു 2 മണിക്കൂറിൽ വരെയുള്ള സമയത്താണ് നമ്മളുടെ വീഡിയോയ്ക്ക് യൂട്യൂബ് അൽഗോരിതം നമ്മളുടെ വീഡിയോയിൽ എന്തോ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ള മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും നമ്മളുടെ വീഡിയോ യൂട്യൂബ് പിന്നെ മൊത്തമുള്ള ആളുകൾക്കും റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമ്മളുടെ വീഡിയോ വൈറലാകുന്നത്. അപ്പോൾ നമ്മൾ തുടക്കക്കാരെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടൈം ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയം 7 മണിയാണെന്നുണ്ടെങ്കിൽ ആ 7 മണി തന്നെ ഡെയിലി നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിനിടയ്ക്ക് സമയം മാറ്റി കളിച്ചാൽ അത് യൂട്യൂബ് അൽഗോരിതത്തിന് നമ്മൾ ഏത് ടൈമിലാണ് പോസ്റ്റ് ചെയ്യുന്നതെന്നും അതേപോലെ നമ്മളുടെ വീഡിയോ ചെയ്ത് ഒരു 10-20 വീഡിയോ ആയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വീഡിയോ ചെയ്ത സമയത്ത് ആ വീഡിയോ കൂടി ചിലപ്പോൾ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബ് വന്നിട്ടുണ്ടെന്ന് കൂട്ടാം. ആ വന്ന ആളുകൾ എന്ത് ചെയ്യാന്നറിയോ, നമ്മൾ ചെയ്യുന്ന ആ ഒരു പോസ്റ്റ് സമയം ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ഇന്നൊരു 7 മണിക്ക് ചെയ്തു, നാളെ അത് 9 മണിക്കാണ്, പിറ്റേന്ന് അത് ഒരു 12-1 മണിയായെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഈ ഓഡിയൻസ്, പുതിയതായിട്ട് വന്ന ഈ ഓഡിയൻസ് ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പോസ്റ്റ് ചെയ്യുന്ന സമയം 7 മണിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 7 മണിയുള്ള സമയത്തായിരിക്കും ചിലപ്പോൾ അവർ പ്രതീക്ഷിച്ച് നിൽക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, 7 മണിക്ക്
നിങ്ങൾ ഒരു ദിവസം പോസ്റ്റ് ചെയ്തത് പിറ്റേന്ന് അത് 8 മണിക്ക് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഓഡിയൻസ് ചിലപ്പോൾ 7 മണിക്ക് വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ടോ. അപ്പോൾ അവരെന്ത് ചെയ്യും, വന്നില്ല എന്ന് വിചാരിച്ചാൽ അവർ റിട്ടേൺ പോകും, പിന്നെ യൂട്യൂബിൽ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ വീഡിയോ എന്ത് ചെയ്യും, അവിടെ നമ്മുടെ വീഡിയോയ്ക്ക് എന്താ പറയുക, CTR പ്രവർത്തിക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മളുടെ വ്യൂസും ഈ കമൻറ്റുകൾ കാര്യങ്ങളൊന്നും കയറുന്നും ഉണ്ടാവില്ല. അന്നപ്പോൾ അത് യൂട്യൂബിന് എന്താ മനസ്സിലാകുന്നറിയോ, നമ്മളുടെ വീഡിയോ ആരും കാണുന്നില്ല, അതേപോലെ നമുക്ക് ലൈക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ വീഡിയോ കൂടുതൽ പ്രേക്ഷകരിലേക്ക് റെക്കമെൻഡ് ചെയ്യാതിരിക്കും. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡെയിലി ഒരു ടൈം നമ്മൾ ഫിക്സ് ചെയ്യുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേപോലെ നല്ല നല്ല ട്യൂട്ടോറിയൽ വീഡിയോകളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. സൈനിങ് ഓഫ് ജോ ബ്ലോഗ്സ്.